ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ ബ്രീഡിംഗ് ആണ്. A to Z കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണും. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കാർപ്പിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ടാങ്ക്. അപ്പോൾ ഇന്ന് പ്ലാറ്റിനെയൊക്കെ മാറ്റുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വെയിൽ കൊള്ളാത്ത ഭാഗത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെയിലൊന്നും കൊള്ളാത്തൊരു ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം നിറച്ച് എയറേഷനൊക്കെ കൊടുത്ത് മെത്തിലിയം ബ്ലൂ ഒക്കെ ഒഴിച്ച് നമുക്ക് ഏകദേശം ഒരു ദിവസം, അതായത് ഒരു 24 മണിക്കൂർ നമുക്ക് ഇങ്ങനെ എയറേഷനൊക്കെ കൊടുത്ത് നമ്മൾ ഈ വെള്ളം ഒന്ന് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കോഴിക്കാർപ്പിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള ഈ സിമെൻറ്റ് ടാങ്കിലാണ് നമ്മുടെ കോഴിക്കാർപ്പുകൾ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഫീമെയിലിനെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 2 മെയിൽ ഫിഷിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഫീമെയിൽ ഫിഷിന് 2 മെയിൽ ഫിഷ് എന്ന രീതിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് 2 മെയിൽ ഫിഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് അധികം നമുക്ക് സക്സസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രീഡിങ്ങിനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഫീമെയിൽ ഫിഷിന് 2 മെയിൽ ഫിഷ് എന്ന രീതിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ മീനുകളെയൊക്കെ നമ്മൾ പിടിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് വലിയ മീനുകളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട 3 ഫിഷുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിലേക്ക് നമുക്ക് ഇറക്കി വിടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാങ്ക് സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും വെള്ളം എയറേഷനൊക്കെ കൊടുത്ത് വെച്ച ശേഷം മാത്രമേ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഫിഷുകളെ ഇറക്കി വിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രീഡിങ്ങിലുള്ള ഫിഷുകൾ നമ്മൾ നമ്മുടെ ബ്രീഡിംഗ് ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ്. അയ്യോ, കയ്യിൽ നിന്ന് ചാടിപ്പോയി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയ മീനുകളാണ് നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതേപോലെ താഴെ ചാടിപ്പോവും. ഇതിപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് വീണുകൊണ്ട് കുഴപ്പമില്ല, താഴെയെങ്ങാനും വീണ് പോയതാണെങ്കിൽ അത് ഡാമേജായി ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ 3 മീനുകളെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഇതിലേക്ക് എഗ്ഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ലൈവ് പ്ലാന്റുകളോ അല്ലെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അതിലേക്ക് ടാങ്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇടുന്ന എഗ്ഗുകളൊക്കെ നമ്മുടെ ടാങ്കിൻ്റെ സൈഡുകളിൽ പറ്റി പിടിച്ച് അത് ആ വെള്ളം എന്തായാലും ബ്രീഡിങ് കഴിയുമ്പോൾ അത് ചീത്തയാവും. അപ്പോൾ അതിനകത്ത് വിരിയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ടാങ്കിൽ വെച്ചിട്ടാണ് അത് വിരിയിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ കണ്ട ഗ്രീൻ നെറ്റ്, അതേപോലെ കുറച്ച് ഫോക്സ് ടെയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഗ്ഗ് ഇടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിതൊന്ന് എഗ്ഗ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു ടാങ്കിൽ വെച്ച് വിരിയിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫ് പ്ലാന്റും നമ്മുടെ ഗ്രീൻ നെറ്റും അതുപോലെ ഒരു വലയുടെ കഷ്ണം കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രീഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ദിവസം രാവിലെ ഞാനിതാ ഫാമിലേക്ക് വരുന്ന സമയത്ത് കണ്ടതാണ്, ബ്രീഡിങ് നടക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ട്. 3ാമത്തെ ദിവസമാണ് ബ്രീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ ഫിഷിൻ്റെ വയറിലേക്കൊക്കെ നമ്മൾ മെയിൽ ഫിഷ് ഇടിച്ചിട്ടൊക്കെയാണ് നമുക്ക് ആ എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാലുകൊണ്ട് അടിക്കുക, അതുകൊണ്ട് ഇടിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീമെയിൽ ഫിഷിൻ്റെ എഗ്ഗ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിതിങ്ങനെ കാണുന്നത്, യാദൃശ്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ, ആ ദിവസം വൈകുന്നേരം ആയപ്പോൾ എഗ്ഗൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളിലേക്ക് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതേപോലെ ഫോക്സ് ടെയിലും ഇതിലെല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കണ്ടാലറിയാം ഇപ്പോൾ ആകെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എഗ്ഗ് ഒരിക്കലും വിരിയാനുള്ള സാധ്യതയില്ല, ഫംഗസുകൾ വന്ന് അത് നശിച്ചു പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്കിതിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ബോക്സിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളിതിനെ വിരിയിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എഗ്ഗ് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എയറേഷൻ ഇത് വിരിയാനായിട്ട് എയറേഷൻ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് എയറേഷനുള്ള ഒരു ടാങ്കിലേക്ക് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ നമ്മളൊരു എയറേഷനൊക്കെ കൊടുത്തൊരു ടാങ്ക് ഓൾറെഡി നമുക്ക് ഇതിനടുത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നെറ്റും അതും അതിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എയറേഷൻ കൊടുത്ത ടാങ്കിലേക്ക്, ഇത് എഗ്ഗ് വിരിയിപ്പിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ മെത്തിലിൻ ബ്ലൂ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ വെള്ളവും നമ്മൾ ഏകദേശം ഒരു ദിവസം മുമ്പ് നമ്മൾ
പിടിച്ച് വെച്ച അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് എയറേഷനൊക്കെ കൊടുത്ത വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ എഗ്ഗ് വിരിയിപ്പിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലേക്കൊന്നും ചേഞ്ച് ചെയ്യരുത്. ഓൾറെഡി എയറേഷനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, അതായത് ടെമ്പറേച്ചർ കറക്റ്റായിട്ടുള്ളൊരു വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ എഗ്ഗ് വിരിയിപ്പിക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രീഡിംഗ് ടാങ്ക് ഫുള്ള് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രീഡിംഗ് ആയിട്ട് ഈ ഫിഷിനെ നമ്മുടെ പഴയ അതേ ടാങ്കിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വിടാം. കോഴിക്കാർപ്പിൻ്റെ എഗ്ഗ് വിരിയാൻ ഏകദേശം 2 മുതൽ 5 ദിവസം വരെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടാങ്കിൽ ഇതാ 2 ദിവസം കൊണ്ട് തന്നെ ഹാച്ചായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. ടാങ്കിൻ്റെ പല ഭാഗത്തും ഇതാ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ വളർത്തിയെടുക്കലാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് 2-3 ദിവസത്തിന് ശേഷമൊക്കെ ഫീഡ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ മഞ്ഞ ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ ചാലിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ആട്ടിയമി വിരിയിച്ച് കൊടുക്കാം. അതൊക്കെയാണ് ഇതിനിപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഫുഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.